അയാൾ ബലം പെടുത്തിയിട്ടല്ല എന്നെ ചെയ്തത്. അപ്പോൾ അതിനായിട്ടുള്ള ഓപ്പോസിറ്റായിട്ട് എന്തെങ്കിലും എനിക്കൊരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടെങ്കിലും എനിക്കൊരു ആധാരം വേണ്ടേ? ആധാരം ഉണ്ടെങ്കിലല്ലേ അത് നടക്കത്തുള്ളൂ. അത് കാരണം സീക്രട്ടായിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്തു. ഫോൺ ഓഫാണെങ്കിലും ക്യാമറ ഓൺ ആയിട്ടുണ്ടാവും. അങ്ങനത്തെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അവസാനത്തെ വട്ടം 3-ാം തവണ പോയാൽ ഇയാൾ വിളിച്ചു വരുത്തിയപ്പോൾ വിളിച്ചു വരുത്തിയപ്പോൾ വന്നില്ലെങ്കിൽ റൂമിൽ കയറി വരുമെന്ന് പറഞ്ഞില്ലേ, പേടിച്ചു. പേടിയുണ്ടായിരുന്നു. പിന്നെ ഇതിനായിട്ടൊന്നും ഞാൻ ചെയ്തില്ലെങ്കിൽ മോശമായി പോകും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ആപ്പ് ഡൗൺലോഡ് ചെയ്തു, ഓണാക്കി വെച്ചു. ഓട്ടോയിൽ കയറിയപ്പോൾ തന്നെ ഓണാക്കി വെച്ചു. ഓണാക്കി വെച്ചിട്ട് തന്നെ ഞാൻ റൂമിൽ പോയത്. റൂമിൽ പോയിട്ട് പിന്നെ എനിക്ക് ആ ക്യാമറ എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്ന് അറിയാണ്ട് ഞാൻ ടേബിളിൽ മുകളിൽ വെച്ചു. ഈ തെളിവുകളെല്ലാം മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച പരാതിയിൽ ഒപ്പം കൊടുത്തിട്ടുണ്ട്? എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോസിലെല്ലാം അയാൾ പറയണ എല്ലാം ഉണ്ടാവും. MLA MP എങ്ങനെയാണ് കാര്യങ്ങൾ. ആരുടെയൊക്കെ ഈ ആപ്പൊക്കെ ഡൗൺലോഡ് വെച്ച് റൂമിലൊക്കെ പോയി അയാൾ പറയുമ്പോൾ എത്ര വലിയ നേതാവായാലും കണ്ണതരം കാണിച്ച് എന്തെങ്കിലും വേണ്ടാതിനും പറയണം. ചെപ്പം നോക്കി പൊളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തൻ്റെ അടുത്ത് നിന്ന് ഒരാളും മേത്ത് കയറി ഉപദ്രവിക്കില്ല. ഇതൊരു 3-ാമത്തെ പ്രാവശ്യം പോയി എന്ന് പറയുന്നു. ഒരാൾ നേരെ ഇത്രയും പേരും പറഞ്ഞിട്ട് ഈ ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇങ്ങനത്തുള്ള പീഡന പരാതികൾ വരുന്നു? ഇപ്പം എല്ലാവർക്കും അത് മെയിനായിട്ട് പണ്ട് തൊട്ടേ ഈ ദേവേന്ദ്രനൊക്കെ എടുത്ത് തപസ് അളക്കാൻ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അപ്സരസുകൾ അയക്കണ പോലെയാണ് ഇപ്പോൾ ഓരോ രാഷ്ട്രീയക്കാരൊക്കെ. എങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ ഇദ്ദേഹം നിരപരാധിയാണെന്നും പറയുന്നില്ല, അപരാധിയാണെന്നും പറയും. എന്തൊക്കെയാണെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ നേതാവ് എന്തെങ്കിലും കാരണത്തിൽ ഭീഷണിപ്പെടുത്തിയാൽ, ആര് തന്നെ ഭീഷണിപ്പെടുത്തിയാൽ നട്ടലിനെ ഓർത്തി നോ പറയാനും വേണ്ടി വന്നൊക്കെ ചരലിനെ കുറ്റിയടിക്കാനും ഇപ്പോൾ ധാരാളം സൗകര്യമുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിരിക്കാനും സഹായത്തിനും ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരാണും ഒരു പെണ്ണിൻ്റെ മേത്ത് കൈ വയ്ക്കാറില്ല. ഇപ്പോൾ ഈ പറയുന്നതിലൊരു എന്തോ ഒരു പൊരുത്തക്കേടുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് ആ സംസാര ശൈലിയൊക്കെ വെച്ചിട്ട്. കാരണം ഇത്ര വിക്റ്റിമായൊരു പെൺകുട്ടി എങ്ങനെയൊന്നും അങ്ങനെയൊന്നല്ല കേട്ടോ, മറ്റേ നേരിനകത്ത് പറയണ പോലെ അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞത്. ആ സിനിമയ്ക്കകത്ത് പറഞ്ഞു എങ്ങനെ പീഡിപ്പിച്ച പെൺകുട്ടി ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറയുമ്പോൾ സ്ഥിതിക്ക് പറയുമ്പോൾ ലാലേട്ടൻ ചെന്ന് ചോദിക്കില്ലേ പിന്നെ എങ്ങനെ പ്രതികരിക്കണം, ആ രീതിയിലല്ല ചോദിക്കണം. പക്ഷേ ഈ പറയുന്നതിലൊക്കെ എന്തൊക്കെയോ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്.